അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ പറ്റിയാണ് കേട്ടോ. റസൂലുള്ളാഹിൻ്റെ അമ്മായിയുടെ മോളായിരുന്നു, മാത്രമല്ല വളർത്തുപുത്രൻ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുൻ ഭാര്യയുമായിരുന്നു കേട്ടോ. റസൂലുള്ളാഹിൻ്റെ നിർബന്ധപ്രകാരം ആണ് കേട്ടോ ബീവി സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തത്. ആ ദാമ്പത്യം ഒരുപാട് നാൾ നീണ്ടു നിന്നില്ല കേട്ടോ. അതിനുശേഷം റസൂലുള്ള തന്നെ സൈനബ ബിവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയാണ് കേട്ടോ ഉണ്ടായത്. ഇതിൻ്റെ പിന്നിൽ ഖുർആൻ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് റസൂലുള്ളാഹിൻ്റെ വളർത്തുമകനായിരുന്നല്ലോ സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ വളർത്തുമകൻ ഒരിക്കലും സ്വന്തം മകനാകുകയില്ല എന്നൊരു ഖുർആനിക സംഭവം ഈ സംഭവത്തിന് പിന്നിലാട്ടോ ഉണ്ടായത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം കൈക്ക് നീളമുള്ളവൾ എൻ്റെ അടുത്തേക്ക് ആദ്യം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിട്ടോ. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ ഭാര്യമാരും എല്ലാവരുടെ കൈയൊക്കെ അളന്നു നോക്കാൻ തുടങ്ങി കേട്ടോ. കാരണം കൈക്ക് നീളമുള്ളവളാണല്ലോ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ആദ്യം ചെല്ലുന്നത്. പക്ഷേ റസൂലുള്ള പറഞ്ഞത് ആന്തരിക അർത്ഥമായിരുന്നു കേട്ടോ. അതായത് ഒരുപാട് കൈ അഴിച്ച് ദാനം ചെയ്യുന്നവൾ എന്നുള്ള അർത്ഥത്തിലായിരുന്നു കേട്ടോ. ആ ഒരു സ്ഥാനപ്പേരിന് അർഹയായിരുന്നു സൈനബ ബിവി റളിയല്ലാഹു അൻഹ. മാത്രമല്ല, റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം സൈനബ ബിവിയുടെ വഫാത്ത് ഉണ്ടായപ്പോഴാണ് മറ്റുള്ള ബീവിമാർക്ക് ഇത് മനസ്സിലായത്, റസൂലുള്ള പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായത് കേട്ടോ. അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ഭാര്യമാർക്കും പണം ദിർഹം കൊടുത്തയക്കുന്ന 12,000-ഓളം ദിർഹം കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ സൈനബ ബീവിക്കും കൊടുത്തയച്ചിട്ടോ. അത് സൈനബ ബീവി എല്ലാവർക്കും ധർമ്മം ചെയ്യുകയാണ് ഉണ്ടായത് കേട്ടോ. ദാനധർമ്മങ്ങളിൽ വളരെ പ്രശസ്തയായിരുന്നു സൈനബ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണല്ലോ ബീവിക്ക് കൈക്ക് നീളമുള്ളവൾ എന്നൊരു പേരും കൂടി കിട്ടിയത്. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു വീണ്ടും 1,000 ദിർഹം കൂടി കൊടുത്തയച്ചു. അതും ബീവി മറ്റുള്ളവർക്ക് കൊടുത്തു തീർക്കുകയാണ് കേട്ടോ ഉണ്ടായത്. എന്നിട്ട് ദുആയും ചെയ്തു, പഠിച്ചോനെ ഇനി ഇങ്ങനെ ഒരു സംഭവം സ്വീകരിക്കാനുള്ള ഇട ഉണ്ടാക്കരുതേ എന്ന് ബീവി ദുആയും ചെയ്തു കേട്ടോ. മാത്രമല്ല, സ്വന്തം ജോലിയെടുത്ത് തോല് നന്നാക്കി അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പൈസയും ഉപജീവനത്തിനെടുത്തിട്ട് ബാക്കിയുള്ള പൈസയും ധർമ്മം ചെയ്യുമായിരുന്നു കേട്ടോ ബീവി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജന്നത്തിൽ ബഖീലാണ് കേട്ടോ സൈനബ ബിവി റളിയല്ലാഹു അൻഹ വഫാത്തായത് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നേരം പറയാനുണ്ടെങ്കിൽ ഒത്തിരി പറയാനുണ്ട് കേട്ടോ ഉമ്മമാരെ പറ്റിയിട്ട്. പക്ഷേ വളരെ കുറച്ച് സമയം കൊണ്ട് ചെറിയൊരു അറിവാണ് കേട്ടോ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.